കോട്ടയം മൈമനത്ത് പക്ഷിപ്പനി ബാധയെ തുടർന്ന് താറാവുകളെ കൊന്നൊടുക്കുന്നതിനിടെ പരിസരവാസികളുടെ ആശങ്കകളും ഉയരുന്നു. പ്രതിരോധ മരുന്നുകളോ മറ്റു മുൻകരുതലുകളോ സർക്കാർ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ജീവനക്കാരുടെ ദൗർലഭ്യവും ദൗത്യത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. പക്ഷിപ്പനി ബാധ രൂക്ഷമായ ഐമനത്ത് മുഖംമൂടിയണിഞ്ഞ് ആരോഗ്യപ്രവർത്തകർ ബോധവൽക്കരണം നടത്തുന്ന ദൃശ്യങ്ങളാണിത്. എന്നാൽ ദിവസങ്ങളോളം ചത്ത താറാവുകൾക്ക് സമീപം താമസിക്കുന്ന നാട്ടുകാർക്ക് ഒരു മുഖംമൂടി നൽകാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പ്രതിരോധത്തിന് ഇതിലാണെന്നും പറഞ്ഞ് മറ്റും സർക്കാർ ആശുപത്രിയിൽ വരുന്നതെന്നും പറഞ്ഞ് ഒരു 10-15 പേരുണ്ട്. ആളുണ്ടോ എന്ന് വെച്ച് ചോദിച്ച് പനിയുണ്ടോ, എല്ലാവരും കൊച്ചിന് പനിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാൽ പോയി മരുന്ന് മേടിക്കണമെന്ന് പറയും. ഇവർ പറയാതെ നമുക്കറിയാലോ മരുന്ന് മേടിക്കണമെന്ന്. പാടശേഖരങ്ങളിൽ ചുറ്റിത്തിരിയുന്ന നായ്ക്കളും കഴുകന്മാരും ചത്ത താറാവുകളെ പറമ്പുകളിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് പതിവ് കാഴ്ചയാണ്. പക്ഷേ പരിസര ശുചീകരണത്തിന് ബ്ലീച്ചിങ് പൗഡർ പോലുമില്ലാതെ കൈവീശിയാണ് ഉദ്യോഗസ്ഥർ ജനവാസ മേഖലകളിൽ എത്തിയത്. ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബ്ലീച്ചിങ് പൗഡർ തരുമോ അങ്ങനെ ഒരു കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അവർ 5-10 പേര് നമ്മുടെ മുറ്റത്ത് വന്നിങ്ങനെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് അങ്ങ് പോകുമായിരുന്നു. അല്ലാതെ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ജീവനക്കാരുടെ കുറവും പ്രതിരോധ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നു. തദ്ദേശവാസികളടക്കം 10-ൽ താഴെ അംഗങ്ങളാണ് പക്ഷികളെ കൊല്ലാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് താറാവുകളെ കൊല്ലാനായി ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. ഒപ്പം ഒരാഴ്ചക്കാലം കർമ്മസേനാംഗങ്ങൾ സ്ഥലത്ത് തന്നെ തങ്ങണമെന്നതും ദൗത്യം ദുഷ്കരമാക്കുന്നു. വെട്ടിക്കിളിക്കൂട്ടം പോലാണ് ആരോഗ്യ പ്രവർത്തകർ രോഗബാധിത മേഖലകളിൽ എത്തിയത്. എന്നാൽ ഇതുകൊണ്ട് തങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഐമനം കരിമഠത്തു നിന്നും ക്യാമറമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം MS അനീഷ് കുമാർ, റിപ്പോർട്ടർ.